അതേ എത്തി. ഒരു 5 മിനിറ്റ്. ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഒരു സാധനം കൊടുക്കാണ്ട് കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് വരാം. എന്നാ സാറേ ഞാനൊരു ചായ കുടിച്ചിട്ട് വരട്ടെ? ഏയ് വേണ്ട 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 5 മിനിറ്റ് ദേ വരുന്നു. ഹലോ. ആ മോനെ, ഞാൻ അവിടെ താഴെ ഉണ്ടറാ. ഇത് ഏത് ഫ്ലോറിലാ? ആ സാറേ, സെക്കൻഡ് ഫ്ലോർ. നേരെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ഓഫീസ്. അപ്പൊ ലിഫ്റ്റും ഇല്ലേ? ബെസ്റ്റ്. എന്തൊരു ചൂടാണ് ഇവിടെ. ആ എ സി ഒന്ന് ഓണാക്ക്. അയ്യോ സാറേ, എ സി ഇല്ല, ഞാൻ ഫാൻ ഇടാം. എന്തൊട്ട് ഓഫീസാണ് തൻ്റെ? എ സി ഇല്ല, ലിഫ്റ്റ് ഇല്ല, കാർ പാർക്കിംഗ് ഇല്ല, പിന്നെ എങ്ങനെയാണ് ഇവിടെ കസ്റ്റമേഴ്സ് വരിക? അതിപ്പോൾ സ്ഥിരം കസ്റ്റമേഴ്സ് വരുന്ന ഒരു പരിപാടിയല്ലല്ലോ സാറേ. ഞാൻ മാത്രം ഇവിടെ ഇരിക്കില്ലല്ലോ ഉള്ളൂ. പിന്നെ സാറിനെ പോലെ വല്ലവരും വന്നാലേ. കസ്റ്റമേഴ്സ് ഈസ് കിങ്. കസ്റ്റമേഴ്സിനെ നമ്മൾ കിങ്ങിനെ പോലെ ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫിനിക്സ് മാളില്ലേ, അവിടെയൊക്കെ ആകുമ്പോൾ ഇതേപോലത്തെ ഒരു സ്പേസ് ഉണ്ട്. 25K പ്ലസ് മെയിൻ്റനൻസ് മാത്രമേ വരുള്ളൂ. അതാവുമ്പോൾ സെൻട്രലൈസ്ഡ് എ സി, കാർ പാർക്കിംഗ് കാണുമ്പോൾ തന്നെ ഒരു ഗുമ്മാണ്. അയ്യോ സാറേ, ഈ സെറ്റപ്പിന് തന്നെ 8000 രൂപയാണ്. 25,000 നമ്മളെ കൊണ്ട് താങ്ങില്ല. ആദ്യം തന്നെ ഈ ദാരിദ്ര്യ ലുക്കൊക്കെ ഒന്ന് മാറണം. എന്നാലേ ഒരു റിച്ച്നെസ് ഫീൽ കിട്ടുള്ളൂ. എന്നാലേ എന്നെ പോലെയുള്ള ലൈറ്റ് ക്ലാസ് വർക്കുകൾ കിട്ടുള്ളൂ. അല്ല, ഞാൻ പറയേണ്ടത് പറഞ്ഞു എന്ന് മാത്രം. അല്ല, എന്തായി നമ്മുടെ വർക്കിൻ്റെ കാര്യം? ഞാൻ കുറച്ച് സജഷൻസ് അയച്ചായിരുന്നല്ലോ. അത് ചെയ്തായിരുന്നു സാറേ. പിന്നെ അങ്ങനെ ചെയ്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം നീ ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ലേ? അല്ല, ചെയ്തു. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നോക്കട്ടെ, എടുത്തേ. ഇതിൻ്റെ നിൽപ്പൊരു സുഖമില്ലല്ലോ. അല്ല, സാറാണ് ഇത് ഇവിടെ വെക്കാൻ പറഞ്ഞത്. ഞാൻ അതേപോലെ വെച്ചേക്കണേ. ഓ, എന്നാൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഇതിൻ്റെ ഈ വെള്ളയും ചോപ്പും കളർ അങ്ങോട്ട് ഒരു സുഖമില്ലല്ലോ. അല്ല, അതും സാറ് പറഞ്ഞിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. ഞാൻ തന്നെ പറഞ്ഞല്ലേ. ഓക്കെ ഓക്കെ, അതെന്നാ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നീ ആ വാട്സപ്പ് ഒന്ന് എടുത്തേ. നമുക്കേ ഈ ഡിസൈൻ വേണ്ടാന്ന് വെച്ചാലോ, പകരം അന്ന് ആ പച്ച ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡിസൈൻ ചെയ്തില്ലേ, നമുക്ക് അത് ഫിക്സ് ചെയ്താലോ? ആദ്യം ചെയ്ത ഡിസൈൻ അല്ലേ? ആ, സാറിലെ പറഞ്ഞത് അത് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാം. നീ അത് ഡിലീറ്റ് ചെയ്താ? ഇല്ല, ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും നീ ഓപ്പൺ ചെയ്തേ. ഇതന്നെ, ഇത് മതി, ഇത് ഫിക്സ് ചെയ്യാം. നീ ഇത് വാട്സപ്പ് ഇട്ടേ. അല്ല സാറേ, അത് വാട്സപ്പിൽ അയക്കാന്ന് പറഞ്ഞാൽ മൊബൈലിൽ കയറ്റാൻ ബുദ്ധിമുട്ടാണല്ലേ. അത് കുഴപ്പമില്ല, നീ മെയിലിലേക്ക് അയച്ചോ. അതാവുമ്പോൾ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ഡയറക്റ്റ് അയക്കാലോ. അതുകൊണ്ടല്ല സാറേ, ഞാൻ പേയ്മെൻ്റ് ഒന്നും ഇതുവരെ. പേയ്മെൻറ്റ് വേണം നിനക്കിപ്പോൾ? നിനക്കെന്താ ഒരു വിശ്വാസമില്ലാത്ത പോലെ വേണം? അയ്യോ സാറേ, അങ്ങനെ പറഞ്ഞല്ല. നമ്മളിപ്പോൾ കുറേ ദിവസമായില്ലേ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് പോലും ഞാൻ മേടിച്ചിട്ടില്ലല്ലോ. എത്രയാണ് വേണ്ടത് നിനക്ക്? 1000 രൂപയാണ് എൻ്റെ ഒരു ഫീസ്. തൽക്കാലം നീ ഇത് കണ്ട് പിടിച്ചേ. എന്നിട്ട് നീ അതങ്ങോട്ട് എൻ്റെ മെയിലിലേക്ക് അയച്ചു. 100 രൂപ കൊണ്ട് എന്താണെന്ന് പറയാം. നീ ഇതൊന്ന് നോക്കിയേ. ഇതിന് എത്ര രൂപ ചിലവ് വന്നിട്ടുണ്ടാവും? എനിക്കറിയില്ല. എന്നാലും നീ ഒന്ന് ഗസ് ചെയ്യ്. നിന്റെ ജോലിയുടെ ഭാഗമല്ലേ? ഒരു 1000 രൂപ. 1000 രൂപയാ? ഇത് ആരെ ചെയ്തതെന്ന് അറിയോ നിനക്ക്? എൻ്റെ പെങ്ങടമോൻ ചെയ്തതാ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കൻ. ഇപ്പോൾ പിള്ളേർ ഫുൾ ടൈം മൊബൈലിലാണല്ലോ. ഇപ്പോൾ പിള്ളേർക്ക് അതാ ക്രൈസ്. എഡിറ്റിങ് അല്ല സാറേ, ഡിസൈനിങ് എന്നാണ് പറയുക. അതന്നെ, എഡിറ്റിങ്. ഒരു ചെറിയ പയ്യൻ ഈ മൊബൈലിൽ ചെയ്തതാണ്, അതും ഫ്രീ ആയിട്ട്. എന്താ അതിൻ്റെ ഒരു ഭംഗി? ഈ മൊബൈലിൽ ഇത്രയും നന്നായിട്ട് അവൻ ചെയ്യുമ്പോൾ നീ ഇതിനൊക്കെ ഇങ്ങനെ ചോദിക്കണത് ശരിയല്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞേ. എന്നാൽ പിന്നെ സാറിന് പെങ്ങളുടെ മോനെ കൊണ്ട് ഈ വർക്ക് ചെയ്യിപ്പിക്കായിരുന്നില്ലേ? അങ്ങനെയല്ല, 10,000 രൂപയുടെ ഫോണിൽ ഇത്രയും നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റുമ്പോൾ കമ്പ്യൂട്ടറിൽ ചെയ്യണ വർക്കിന് 1000 രൂപയൊക്കെ നീ ചോദിക്കണത് ശരിയല്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. കാശ് അത് വരും പോവും, പക്ഷെ നമ്മുടെ വാല്യൂ ഉണ്ടല്ലോ, അത് വെറുതെ ഒന്നും കിട്ടില്ല. അപ്പോൾ നീ എൻ്റെ കാര്യം തന്നെ വിചാരിച്ചു നോക്കിയേ. എനിക്കൊരു മാസം 2.5 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ട്. അതിൽ എനിക്ക് ആകെ 50,000 രൂപ ചിലവുള്ളൂ.
അത് 30,000 രൂപ നമ്മുടെ ബെൻസിൻ്റെ EMI അടയ്ക്കാനും 20,000 രൂപ ചെറുക്കൻ്റെ പഠിത്തത്തിനും. ബാക്കി 2 ലക്ഷം രൂപ അത് വെറുതെ ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ പേയ്മെൻറ്റ് കാശല്ലേ ചോദിച്ചേ, അതിനാണ് ഇത്രയും വർത്താനം. നിനക്കൊരു കാര്യം അറിയോ? കാശുണ്ടെങ്കിലേ നമുക്കൊരു വീട് വാങ്ങാം, പക്ഷെ ഫാമിലിയെ വാങ്ങാൻ പറ്റില്ല. കാശുണ്ടെങ്കിൽ നമുക്കൊരു ബെഡ് വാങ്ങാം, പക്ഷെ ഉറക്കം വാങ്ങാൻ പറ്റില്ല. കാശുണ്ടെങ്കിൽ നമുക്കൊരു ക്ലോക്ക് വാങ്ങാം, പക്ഷെ സമയം വാങ്ങാൻ പറ്റില്ല. കാശുണ്ടെങ്കിൽ ഭക്ഷണം വാങ്ങാം, എന്നാൽ ആരോഗ്യം വാങ്ങാൻ പറ്റില്ല. കാശുണ്ടെങ്കിൽ ഇൻഷുറൻസ് വാങ്ങാം, പക്ഷെ നമുക്ക് സേഫ്റ്റി വാങ്ങാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഈ സമൂഹത്തിൻ്റെ പ്രശ്നം. കാശെന്ന കടലാസ് കൊണ്ട് എന്തും നേടാം എന്നുള്ള മിഥ്യാധാരണയാണ് എല്ലാവർക്കും. നിർത്തറ, കുറേ നേരമായി ഞാൻ ക്ഷമിക്കുന്നു. നിനക്ക് വേണ്ടി പണിയെടുത്ത എൻ്റെ കാശാണ് ഞാൻ ഈ ചോദിച്ചത്, അല്ലാണ്ട് നിന്റെ ഫ്രീ ഉപദേശത്തിന് വേണ്ടിയിട്ടല്ല. എനിക്ക് മേരെ അതെ, പെങ്ങടെ മോൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഡബിൾ ഓംലേറ്റ് കോമഡീസ്. എല്ലാവരോടും പറഞ്ഞിട്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളട്ടാ. ഓടാ. ഇത് ഇങ്ങനെ കുറേ